ഇന്ന് ഫെബ്രുവരി 27. ഇന്ത്യയിൽ നാം നാഷണൽ പ്രോട്ടീൻ ഡേ ആയി ആചരിക്കുന്ന ദിവസമാണെന്ന്. പേശികൾ വളർത്താൻ ജിമ്മിൽ പോകുന്നവർക്ക് വേണ്ട മാത്രം ഒന്നാണ് പ്രോട്ടീൻ എന്നാണ് നമ്മിൽ പലരുടെയും ധാരണ. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിനും പ്രോട്ടീൻ അനിവാര്യമാണ്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുക? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ആദ്യമായി ഈ ദിവസത്തിന്റെ ചരിത്രം നോക്കാം. 2020 ഫെബ്രുവരി 27 ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. റൈറ്റ് ടു പ്രോട്ടീൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന കണ്ടെത്തലിനെ തുടർന്ന് പ്രോട്ടീൻ കഴിക്കാൻ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. എന്തിനാണ് പ്രോട്ടീൻ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ. മസിലുകൾ ഉണ്ടാകാനും കോശങ്ങൾ പുനർനിർമ്മിക്കാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന എൻസൈമുകളും ഹോർമോണുകളും നിർമ്മിക്കാൻ പ്രോട്ടീൻ വേണം. നഖം, മുടി, സ്കിൻ ഇവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ഒഴിച്ചുകൂടാനാവില്ല. പ്രോട്ടീൻ വിശപ്പ് നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ അമിത ഭക്ഷണം ഒഴിവാക്കാം. ഏതൊക്കെയാണ് മികച്ച പ്രോട്ടീൻ ഫുഡുകൾ? വെജിറ്റേറിയൻ ആണെങ്കിൽ സോയ ചങ്ക്സ് ആണ് പ്രോട്ടീന്റെ രാജാവ്. പരിപ്പ്, കടല, പയറുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി, ബദാം. നോൺ വെജ് ആണെങ്കിൽ മുട്ട, ചിക്കൻ ബ്രസ്റ്റ്, മീൻ, പാൽ എന്നിവയാണ്. എല്ലാ കാര്യത്തിലും എന്ന പോലെ പ്രോട്ടീന്റെ കാര്യത്തിലും ഗുണദോഷങ്ങളുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു, മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നിവയാണ് ഗുണങ്ങൾ. എന്നാൽ പ്രോട്ടീൻ അമിതമായി കഴിക്കുന്നത് കിഡ്നിക്ക് അമിതമായി ജോലി നൽകും. ദഹന പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും കാരണമായേക്കാം. അതിനാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെറും മസിൽ നിർമ്മാണത്തിന് മാത്രമല്ല, ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.